CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. പാർട്ടി അക്കൗണ്ടിൽ 10 കോടി രൂപയുടെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. MG റോഡിൽ ബാങ്കിൽ മാത്രമുണ്ടായിരുന്ന തുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ 1 കോടി രൂപ ഒറ്റ ദിവസം പിൻവലിച്ചിരുന്നു. പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. വിവരങ്ങളുമായി മനോജ് ഇരുന്നു. മനോജ്, പാർട്ടി നൽകിയ ആദായ നികുതി വകുപ്പിന്റെ കണക്കുകളിൽ ഈ ബാങ്കിലെ നിക്ഷേപത്തെ പറ്റി ഒരക്ഷരം പറഞ്ഞിരുന്നില്ല. ഇത് മാത്രമല്ല, മറ്റു പല ബാങ്കുകളിലായി ജില്ലയിലെ 70ഓളം ബാങ്കുകളിലും പാർട്ടിക്ക് സമാനമായ നിക്ഷേപം ഉണ്ടെന്നൊക്കെ കണ്ടെത്തലുണ്ടായിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ മരവിപ്പിലേക്ക് നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്? തീർച്ചയായും ഉമേഷ്, പാർട്ടി ഇത്തരത്തിൽ ആദായ വകുപ്പിന് നൽകിയിട്ടുള്ള റിട്ടേണിൽ ഈ അക്കൗണ്ടിനെ പറ്റി ഒരു കാര്യവും സൂചിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതിനെ തുടർന്നാണ് ഈ പരിശോധന ഉണ്ടായിട്ടുള്ളതും ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയെ പറ്റിയിട്ടുള്ള കണക്കുകളും പുറത്തു വരുന്നത്. നേരത്തെ 10 കോടിയിലധികം രൂപ ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. അതിനുശേഷം 1 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി സെക്രട്ടറി തന്നെ പിൻവലിക്കുന്നു. അതും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമാണ്. പിന്നീട് നിലവിൽ 5 കോടി 10 ലക്ഷമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെയാണ് ഈ പരിശോധന ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി മണിക്കൂറുകളോളം പരിശോധന നടത്തി. ഇതിൽ പാർട്ടിയുടെ തന്നെ ജില്ലാ ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി കൃത്യമായുള്ള വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കരുവന്നൂർ സഹകരണ കൊള്ളയിലെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് CPMന്റെ അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കുന്നതും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നതും. ഈ MG റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടാണ്. അത് ഒരു അക്കൗണ്ട് മാത്രമാണ് ഇത്രയധികം രൂപ തുകയുടെ നിക്ഷേപം കണ്ടെത്തിയതും ഇതിൽ നിന്നുമുള്ള മറ്റ് നിക്ഷേപവും അതുപോലെ തന്നെ പിൻവലിച്ചതുമൊക്കെ അതിന്റെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പണത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കണമെന്നുള്ള നിർദ്ദേശവും കൂടിയുണ്ട്. എന്തായാലും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ ജില്ലയിൽ മാത്രം നിരവധി അക്കൗണ്ടുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ കോടികൾ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെ 5 രഹസ്യ അക്കൗണ്ടുകൾ CPMനുണ്ടായിരുന്നു. അവിടെയും ഇത്തരത്തിൽ ഈ പണം ഒഴുകിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. കരുവന്നൂരിൽ നിക്ഷേപകരെയൊക്കെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ഒരു തട്ടിപ്പിൽ CPMന്റെ സമന്വിതരായിട്ടുള്ള നേതാക്കളിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ CPMന്റെ അക്കൗണ്ടുകളും പരിശോധിച്ച് വരുന്നത്. അതിൽ തന്നെ കൃത്യമായും ഈ ഒരു കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളൊക്കെ തന്നെ അതിന്റെയൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ മറ്റ് കണക്കുകളിലോ ഒന്നും പെടാത്ത ഈ കോടിക്കണക്കിന് രൂപയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ തന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും. കൃത്യമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തൃശൂർ ജില്ലയിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിക്ഷേപവും അതുപോലെ തന്നെ മറ്റ് ക്രമക്കേടുകളും ഒക്കെ നടത്തിയിട്ടുള്ള തുക ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടും പരിശോധിക്കുന്നുണ്ട് ഉമേഷ്. ശരി, മനോജാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.